ചന്ദ്ര സച്ചിയോടും രേവതിയോടും പറയും, ഞാൻ ഡാൻസ് ചെയ്ത് കാണിക്കാം, പക്ഷേ ഞാൻ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം ഇവിടെ നിൽക്കരുത്. അതിന് അവർ സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് ചന്ദ്ര ഡാൻസ് കളിക്കാൻ തുടങ്ങാണ്. കൂടെ തന്നെ സച്ചിയും രേവതിയും ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ സച്ചി വന്നിട്ട് രേവതിയോട് പറയും, കലക്കി രേവതിയെ, അമ്മ കളിച്ച പോലെ തന്നെ നീ കളിച്ചു എന്ന് പറയും. അമ്മയാണെങ്കിൽ കയ്യൊരു ഭാഗത്തേക്ക് വെച്ചിട്ട് അതുപോലെ നിൽക്കുകയാണ്. സച്ചി പറയും, പോസ് ചെയ്ത് മതി അമ്മയെന്ന് പറയും. രേവതി പറയും, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയും. ചന്ദ്ര കരയാണ്, അയ്യോ എനിക്ക് എൻ്റെ കയ്യനക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ്. ഭാമ പറയും, ഇത് കോച്ചി പിടിച്ചതാ, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഉളുക്ക് സുന്ദരി, അവർ വന്നിട്ട് ശരിയാക്കും, നിങ്ങൾ അമ്മയും കൂട്ടി വീട്ടിൽ പോയിക്കോ, ഞാൻ അവരെയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയും. സച്ചിക്ക് ഈ അവസ്ഥയിൽ അമ്മേനെ എങ്ങനെ കാറ് കയറ്റുക? രേവതി പറയും, നമുക്ക് എങ്ങനെയും കൊണ്ടുപോകാമെന്ന് പറയും. കാറിൽ ഒരു കൈ നീട്ടി പുറത്തോട്ടിട്ടിട്ടാണ് ചന്ദ്ര ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യാണ്. ആ സമയത്ത് വണ്ടി അതിലൂടെ പോകുമ്പോൾ ചന്ദ്രയുടെ കൈ തട്ടി ആ പയ്യൻ തെറിച്ച് വീഴുകയാണ്. വീട്ടിലെത്തുമ്പോൾ രേവതി പറയും, അമ്മ ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയേണ്ടി വരുമോ, ഇതിന്ന് എങ്ങനെ പുറത്തിറങ്ങുക ചോദിക്കും. സച്ചി പറയും, അതൊന്നും കുഴപ്പമില്ല, ഭക്ഷണമൊക്കെ കാറിൽ കൊണ്ട് കൊടുത്താൽ മതി, പിന്നെ കാറിലാകുമ്പോൾ AC ഒക്കെ ഉണ്ടെന്ന് പറയും. സച്ചിയും രേവതിയെ എങ്ങനെയൊക്കെ അമ്മയെ പുറത്തിറക്കും. സച്ചി അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ചോദിക്കും, ഡാൻസ് പഠിക്കാൻ പോയവരൊക്കെ വന്നോന്ന് ചോദിക്കും. സച്ചി പറയും, വന്നച്ചാ നോക്കൂത്തി പോലെ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയും. അച്ഛൻ പുറത്തു പോയി നോക്കുമ്പോൾ നോക്കൂത്തി പോലെ ചന്ദ്ര നിൽക്കുന്നതാ കാണുക. ഇത് കണ്ടിട്ട് അച്ഛൻ ചോദിക്കും, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ചന്ദ്രേ, ഇവിടെ വന്നാലും ഡാൻസ് കളിച്ചോട്ട് നിൽക്കണോ? ചന്ദ്ര രണ്ട് കൈ നീട്ടി വിരലിങ്ങനെ ഇളക്കുമ്പോൾ വർഷ പറയും, ഹായ് ആൻറ്റി, ആൻറ്റി ഹായ് കാണിക്കുന്നു എന്ന് പറയും. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് വർഷ വയ്ക്കും, ഇനി ആൻറ്റി എങ്ങനെ ഡാൻസ് പഠിപ്പിക്കും, ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെ ആയിരിക്കുമെന്ന് ചോദിക്കും. ചന്ദ്രയാണെങ്കിൽ രേവതിയെ കുറ്റപ്പെടുത്തുക, ഇവർ എന്നെ കളിയാക്കാൻ വന്ന് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആയതെന്നൊക്കെ പറയും. വർഷ പറയും, ശ്രുതി ചേച്ചിക്ക് മസാജ് ചെയ്യാൻ അറിയുന്നല്ലേ, ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന പറയും. ശ്രുതി പറയും, ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല വർഷേ, മസാജ് ചെയ്താലും കോച്ചിപ്പിടുത്തം ശരിയാവില്ല. ആ സമയത്ത് ഭാമ ഉളുക്കുസുന്ദരിയും കൊണ്ട് വരും. അവർ പറയും, ഇപ്പം ശരിയാക്കി തരാം, അവരെ ഒരു റൂമിലേക്ക് കിടത്തിക്കോന്ന് പറയും. അങ്ങനെ ചന്ദ്ര ഒരു റൂമിൽ പോയിട്ട് കിടക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ അവർ ഒഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. താഴേന്ന് സച്ചി വയ്ക്കും, ഉളുക്കുസുന്ദരിയും ആൻറ്റിയും കൂടി അമ്മയെ കൊല്ലാൻ നോക്കണം, നമ്മളെ ഇടപെടണമെന്നൊക്കെ ചോദിക്കും. രേവതി ഈ സമയത്ത് ഇങ്ങനെ തമാശ പറയില്ല സച്ചിയേട്ടാന്ന് പറയും. അച്ഛൻ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സച്ചി പറയും, അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഭാര്യ പ്രസവത്തിന് കയറ്റുമ്പോൾ നടക്കുന്ന ഭർത്താവിനെയാണെന്ന് പറയും. അച്ഛൻ പറയും, ചന്ദ്ര വേദന എടുത്ത് പൊളയുന്ന കരച്ചിൽ നീ കേൾക്കുന്നില്ലേ, പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്നാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചന്ദ്ര താഴോട്ട് വരും, പക്ഷേ കഴുത്ത് ശരിയായിട്ടുണ്ടാവില്ല. അത് അച്ഛൻ ചോദിക്കുമ്പോൾ അവർ പറയും, അത് നാളെ ശരിയാവുള്ളൂ എന്ന് പറയും. ആ സമയത്തും ചന്ദ്ര രേവതിയെ ഇങ്ങനെ കുറ്റം പറയും, നീ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവില്ല എന്ന് ചോദിക്കും. രേവതി ചോദിക്കും, ഞാനെന്തിനമ്മയെ സന്തോഷിക്കുന്നു ചോദിക്കും. ഞാൻ 4 കാശ് സമ്പാദിക്കുന്നതിൻ്റെ അസൂയയിലല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. സച്ചി അമ്മയോട് പറയും, ഞങ്ങളല്ലാതെ ഒരു ഈച്ച പോലും അങ്ങോട്ട് വന്നിട്ടില്ല, രേവതി നിന്നെ പറഞ്ഞാൽ മതി, നീ അമ്മയുടെ സങ്കടം കണ്ടിട്ടല്ലേ അങ്ങോട്ട് പോയത്, അത് വേണ്ടായിരുന്നു എന്ന് പറയും. ശ്രീകാന്ത് ചോദിക്കും, നല്ല വേദന ഉണ്ട് അമ്മയെന്ന് ചോദിക്കും. ചന്ദ്ര പറയും, നീ എൻ്റെ അടുത്തൊന്ന് വന്നേന്ന് പറയും. ശ്രീകാന്ത് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ ചെവി പിടിച്ച് തിരുമാണ്. അച്ഛൻ പറയും, ശ്രുതി നീ അമ്മയെ കൊണ്ടുപോയി അകത്ത് കിടത്ത്, ഇല്ലെങ്കിൽ ഇനിയും അവളുടെ കഴുത്ത് കൊടുക്കും.